വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ബിന്ദുവായി ഡി മണി. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയ പ്രവാസി വ്യവസായിയുടെ മൊഴിയനുസരിച്ച് ഡിണ്ടിഗലിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തു. താൻ ഡി മണി അല്ല എന്നും എം സുബ്രഹ്മണ്യാണെന്നുമാണ് ഇയാളുടെ പ്രതികരണം. എന്നാൽ SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ദിണ്ടിഗലിലെ റൌണ്ട് റോഡിലുള്ള ഡി മണിയുടെ സ്ഥാപനമായ MSRD കെട്ടിടത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചവരെ നീണ്ടു. താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണെന്നും അതിനെക്കുറിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചതെന്നും ഡി മണി 24-നോട് പറഞ്ഞു. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡി മണി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. SIT അന്വേഷിച്ചത് തന്നെയല്ലെന്നും തന്റെ പേര് സുബ്രഹ്മണിയെന്നാണെന്നും ഡി മണി പറഞ്ഞു. തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. സ്വർണ്ണ വജ്ര വ്യാപാരങ്ങളില്ല. IT റിട്ടേൺസ് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഡി മണി. உங்க பேர் என்ன கேட்டாங்க ஃபர்ஸ்ட். அதுக்கப்புறம் என்ன பிசினஸ் பண்றாங்க கேட்டாங்க. IT கேட்டாங்க. ஒன்னொன்னா அது இன்கம் டாக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, MS ஃபுல் நேம் சுப்ரமணியன். உங்க பேரு, அதாவது உங்க பேரு, உங்க சிம் வந்து, அதாவது உங்க என்னோட நம்பர் எனக்கு தெரியும், யாரை சொல்லிப்பாங்க தெரியுது. അതേസമയം SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് മൊഴി നൽകിയ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ചിത്രം കണ്ടതിന് ശേഷമാണ് സ്ഥിരീകരണം. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ ഇന്നലെയും ഇന്നും SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. 24 ചെന്നൈ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള ഫോട്ടോ പോര് പുതിയ തലത്തിലേക്ക്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ട് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിക്ക് ഇതിൽ ദുരൂഹത തോന്നാത്തത് എന്തുകൊണ്ടെന്നാണ് ഷിബു ബേബി ജോണിന്റെ ചോദ്യം. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരോടൊപ്പം ആൾക്കാർ സെൽഫി എടുക്കുന്നത് അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഉള്ള വിഷയം ഇതൊരു കേവലം സെൽഫി എടുക്കുന്ന ഫോട്ടോ അല്ലല്ലോ. ഒരു വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഏതോ ഒരു എയർപോർട്ടിന് മുമ്പിൽ ഒരു മേശയുടെ ചുറ്റിനും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കി ടോക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയുണ്ട്. അതേ ദിവസം തന്നെ മറ്റൊരു ഫോട്ടോയുടെ വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംഭവിച്ചു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ സോണിയാഗാന്ധിയെ കണ്ടതൊരു വലിയൊരു ദുരൂഹതയായി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് ദുരൂഹത ഈ ഫോട്ടോയിലുണ്ട് എന്നാണ് സാധാരണ ബുദ്ധിയിൽ തോന്നുന്ന ഒരാൾക്ക് തോന്നുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ ഫോട്ടോ പോരിനൊപ്പം നേതാക്കളുടെ വാക്പോരും. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ചിത്രത്തിന്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KC വേണുഗോപാൽ അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുമോ എന്നതായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ ചോദ്യം. അയ്യപ്പന്റെ സ്വർണം കവർന്ന 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. എന്നിട്ട് അതും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. അല്ലെന്നേ, സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പലരും ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും, ഫോട്ടോ എടുത്ത് കാണും. മനസ്സിലായില്ലേ? അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്താ? ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP നടത്തിയ വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റുവെന്ന നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കൌൺസിലർ ലാലി ജെയിംസിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കാലാവധി വ്യക്തമാക്കാതെയുള്ള വാർത്താക്കുറിപ്പ് KPCC നേതൃത്വമാണ് പുറത്തിറക്കിയത്. കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നിജി ജസ്റ്റിനിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ പണപ്പെട്ടി വാങ്ങി എന്നതായിരുന്നു ലാലിയുടെ ആരോപണം. എന്നാൽ ആരോപണത്തിൽ തെളിവുകൾ കൈമാറാനോ തുടർ നടപടിക്കോ ഇല്ല എന്ന് ലാലി ജെയിംസ് 24-നോട് പറഞ്ഞു. പാർട്ടി നടപടിയിൽ വേദനയില്ല, പാർട്ടിയിൽ തന്നെ തുടരുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. എന്നെ ആരും അറിയിച്ചില്ല. ഇപ്പൊ മീഡിയാസ് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോ അങ്ങനെ കേട്ട സ്ഥിതിക്ക് അത് വാസ്തവമായിരിക്കുമല്ലോ.
ഈ മേയർ അവസാനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിനകത്തേക്ക് കൂടുതലായിട്ട് കടന്ന് ഞാൻ എന്റെ പാർട്ടിക്ക് ഡാമേജ് ഇപ്പൊ ഉണ്ടാക്കില്ല. എന്റെ വായടപ്പിക്കാൻ വേണ്ടി ഇപ്പൊ സസ്പെൻഷനൊക്കെ തരും. ആയിക്കോട്ടെ, ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. ഇത്തരത്തിലെ പക്വതക്കുറവ് കാണിക്കുന്ന ചില നേതാക്കള് പാർട്ടി അണികളെ പാർട്ടിയിൽ നിന്നും ഓടിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. പക്വതയോടുകൂടി പാർട്ടി നേതാക്കൾ അണികളോട് ഇടപെടുകയും കാര്യങ്ങളെ ഗൗരവമായി കാണുകയാണ് വേണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷാണ് മേയർ. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥും ചുമതലയേറ്റു. കേരളത്തിൽ BJPയുടെ ആദ്യ മേയറാണ് വി രാജേഷ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP പ്രവർത്തകർ ആഘോഷമാക്കി. എന്നാൽ ചടങ്ങ് പൂർത്തിയാകും മുൻപ് R ശ്രീലേഖ മടങ്ങി. വി രാജേഷും ആശാനാഥും R ശ്രീലേഖയെ പിന്നീട് വീട്ടിലെത്തിക്കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ചരിത്ര നിമിഷം. കേരളത്തിൽ ലഭിച്ച ആദ്യത്തെ മേയർ പദവിയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വി രാജേഷ് അധികാരമേറ്റു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 50 വോട്ട് നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. കണ്ണമ്മൂലയിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തു. പൗണ്ട് കടവ് ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDF സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. 51 അംഗങ്ങളുടെ പിന്തുണയോടെ GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മേയറുടെ ആദ്യ പ്രഖ്യാപനം. 101 കൗൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളെ അയച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൌൺസിൽ ഹാളിൽ നിന്ന് ശ്രീലേഖ തിരികെ പോയി. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് വിശദീകരണം. വൈകിട്ടോടെ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ GS ആശാനാഥും ശ്രീലേഖയെ വീട്ടിലെത്തിക്കണ്ടു. മേയറെ തിരഞ്ഞെടുത്തതിൽ തർക്കമില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരുണ്ട്, ക്വാളിഫൈഡും പ്രവർത്തിക്കാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൽ നമുക്കറിയാലോ, ഒരു കോർപ്പറേഷനിൽ ഒരു മേയർ മാത്രമല്ലല്ലോ. അതേസമയം കൌൺസിൽ അംഗങ്ങൾ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPIM അറിയിച്ചു. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കെയുണ്ടായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുൻ കൌൺസിലർ ശ്രീകുമാർ മേയർക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. പാലാ നഗരസഭയെ ജെൻസി ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം നയിക്കും. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന വിശേഷണത്തോടെയാണ് ദിയ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് 21ന്റെ ചെറുപ്പം. നഗരസഭയുടെ 22ാമത് ചെയർപേഴ്സണായാണ് ദിയ പുളിക്കക്കണ്ടം ചുമതലയേറ്റത്. 2023 ജോസ് കെ മാണിയുടെ എതിർപ്പിനെ തുടർന്ന് അധ്യക്ഷസ്ഥാനം ബിനു പുളിക്കക്കണ്ടത്തിന് നഷ്ടമായിരുന്നു. പൊളിറ്റിക്സ് അല്ലേ, ഇതൊരു കോയിൻസിഡൻസ് ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അച്ഛൻ്റെ വാക്ക് കടമെടുത്ത് കാലം കാത്തുവെച്ചൊരു കാവ്യനീതി എന്ന് തന്നെ ഇതിന് പറയാം. ഒത്തിരി സന്തോഷം തോന്നുന്നു. നഗരസഭയുടെ വികസനത്തിന് തന്റെ മനസ്സിൽ പദ്ധതികൾ നിരവധിയെന്ന് ദിയ 24നോട് പറഞ്ഞു. ഒപ്പം തുടർ പഠനത്തിനുള്ള ആഗ്രഹവും ദിയ പങ്കുവച്ചു. ഒത്തിരി പ്രോജക്ട്സ് പകുതി വഴിക്കൊന്നും മുടങ്ങിക്കിടക്കുന്ന ഒരു നഗരസഭയാണ്. ആ പ്രോജക്ട്സ് ഒന്നുകൂടി എടുത്ത് അതിൻ്റെ ബാക്കിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പുതിയ പ്രോജക്ട്സ് ആണെങ്കിലും അത് അടിത്തറയിട്ട് തുടങ്ങണം. ഇനി വരുന്ന ആൾക്കാർക്ക് അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എടുത്തിടണം എന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ദിയ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടവും പിതൃ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും സ്വതന്ത്രരായി വിജയിച്ചിരുന്നു. 1985 ശേഷം നഗരസഭയിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കുന്നത്. 24 കോട്ടയം. ആലപ്പുഴ നഗരസഭയിൽ വരണാധികാരിയുമായുള്ള തർക്കത്തെ തുടർന്ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ വൈകി. കൌൺസിൽ ഹാളിലേക്കുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവേശനത്തെ ചൊല്ലി വരണാധികാരിയും കൌൺസിലേഴ്സും തമ്മിലുള്ള തർക്കമായിരുന്നു കാരണം. തർക്കങ്ങൾക്കൊടുവിൽ 2 മണിക്കൂർ വൈകിയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ തുടങ്ങും മുമ്പ് പുതിയ കൌൺസിലർമാരുടെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെയാണ്
വരണാധികാരി ജെ ബോബി ഇറക്കിവിടാൻ ശ്രമിച്ചത്. ചട്ടങ്ങൾക്ക് വിധേയമായി ദൃശ്യങ്ങളെടുക്കുന്നത് വിലക്കിയ നടപടി മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതോടെ മാധ്യമങ്ങൾ പുറത്തുപോകണമെന്ന പിടിവാശിയിലായി വരണാധികാരി. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വരണാധികാരിയുടെ നടപടിക്കെതിരെ LDFും UDFും നിലപാടെടുത്തു. സാറ് എന്താന്ന് വെച്ചാൽ മറ്റുള്ള പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ ഇവിടെ നടത്തുക. സാറിന്റെ വിവേചനാധികാരമാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഐക്യത നോക്കി സാറിന് തീരുമാനമെടുക്കുക. ഒടുവിൽ മാധ്യമപ്രവർത്തകരെ പിടിച്ചിറക്കാൻ പോലീസിന്റെ സഹായം തേടി. കൗൺസിൽ ഒന്നടങ്കം ശക്തമായ എതിർപ്പുയർത്തിയതോടെ വരണാധികാരി മയപ്പെട്ടു. മാധ്യമങ്ങൾ ഹാളിൽ തുടർന്നു. UDFിലെ മോളി ജേക്കബ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 23-നെതിരെ 24 വോട്ടുകൾക്കാണ് വിജയം. സ്വതന്ത്രന്റെ പിന്തുണ UDFിന്. PDPയുടെ പിന്തുണ LDF വാങ്ങിയപ്പോൾ SDPI വിട്ടുനിന്നു. സ്വതന്ത്രനായി വിജയിച്ച ജോസ് ചെല്ലപ്പനാണ് വൈസ് ചെയർപേഴ്സൺ. 2ാം ടേമിൽ ജോളി സിദ്ധകുമാർ ചെയർപേഴ്സണാകും. 1 വർഷം മുസ്ലിം ലീഗിനും ചെയർപേഴ്സൺ സ്ഥാനം നൽകും. 24 ആലപ്പുഴ. ഉത്തർപ്രദേശിലെ ഉന്നാവ് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻകാറിന്റെ ജീവപര്യന്തം തടവ് മരവിപ്പിച്ച ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിൽ. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ IS കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. നൈജീരിയൻ സർക്കാരിന്റെ പിന്തുണയോടെ നടത്തിയ ആക്രമണം ന്യൂനപക്ഷപരമായ ക്രൈസ്തവരെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന ഭീകരരെ രാജ്യത്ത് കടന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് അമേരിക്കയുടെ നടപടി. നിരപരാധികളായ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ US സേന നൈജീരിയയിൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമാണ്. നൈജീരിയൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടിയെന്നും സർക്കാരിന്റെ പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദിയെന്നും പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത്. വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ്, ബൊക്കോ ഹറാം തുടങ്ങിയ ഭീകരവാദ സംഘടനകളിൽ നിന്ന് നൈജീരിയ നിരവധി ഭീഷണികൾ നേരിട്ടിരുന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയയ്ക്കെതിരെ അമേരിക്ക വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായവും ഉടനടി നിർത്തലാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ആശങ്ക അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം. 2 ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ തള്ളിക്കളയാനാകില്ല എന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംഘർഷങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ വിഭാഗത്തിലെ അമൃത് മണ്ഡലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി. ദീപു ചന്ദ്രദാസിന്റെ ദാരുണമായ കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ ആക്രമണമുണ്ടായത്. എന്നാൽ അമൃത് മണ്ഡൽ പണം കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ആക്രമണമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ വിശദീകരണം. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അപലപിച്ചു. ജനങ്ങൾ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനും നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാനും പറഞ്ഞു. 24 ഡൽഹി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ വിമർശനവുമായി ചലച്ചിത്ര താരം നിവിൻ പോളി. സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്ന നിർമ്മാതാക്കളുടെ നടപടി തെറ്റാണ്. ഇത് മലയാള സിനിമയെ ദോഷകരമായി ബാധിക്കുമെന്നും നിവിൻ പോളി ദുബായിൽ പറഞ്ഞു. ഈ വർഷത്തെ സിനിമകളുടെ കണക്കുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടതിനു പിന്നാലെയാണ് വിമർശനവുമായി നിവിൻ പോളി രംഗത്തെത്തിയത്. സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതിനോട് യോജിക്കാനാകില്ലെന്നാണ് താരത്തിന്റെ പക്ഷം. സിനിമയിലേക്ക് കൂടുതൽ നിക്ഷേപകർ വരുന്നതിന് ഇത് തടസ്സമാകും. ഇത്തരം പ്രവണത മലയാള സിനിമയെ ദോഷകരമായി ബാധിക്കുമെന്നും നിവിൻ പോളി പറഞ്ഞു. നല്ല സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ കണക്ക് ഈ പുറത്തുവിടുന്ന പരിപാടി അല്ലെങ്കിൽ അത് എന്തിനാന്നുള്ള ഇപ്പോഴും ഇത്രയും നാളില്ലാത്തൊരു പരിപാടിയായിരുന്നു. അത്
വേണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഫ്രട്ടർണിറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് വരാനോ അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി. ഇപ്പൊ എല്ലാ ബിസിനസ്സിലും കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, പ്രോഫിറ്റ്, ലോസ് ഉണ്ട്. ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഈ സിനിമേനെയും ഇൻഡസ്ട്രീനെയും മലയാള സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് നിന്ന് ഒരു അസോസിയേഷനും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കണക്കുകൾ പുറത്തു വിടുന്നതൊക്കെ ഞാൻ യോജിക്കുന്നില്ല. അതുകൂടി നല്ല സിനിമയുണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. തനിക്കെതിരായ നല്ല വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായും അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞു. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പുതിയ സിനിമയായ സർവം മായ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായി ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരായ നിവിൻ പോളിയുടെ വിമർശനം. 24 ദുബായ്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിൽ സുനിൽ ദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന് സുനിൽ ദാസ് നേതൃത്വം നൽകിയത്. ഈ വാർത്തയോടെ റിപ്പോർട്ട് കാണാം. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേഖണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. ആരാണ് ഈ കർമ്മി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. ശ്രീയേട്ടൻ്റെ മരണാനന്തരം ഉണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം, ജയിലിലായിരുന്നു. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയയാളാണ് ഈ സുനിൽദാസ്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. പ്രമുഖരെ മുതലമടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വീണ്ടും ശ്രീനേട്ടൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. മാത്രമല്ല ഈ സുനിൽ സ്വാമിയോട് പ്രതികരിക്കാൻ പല ആളുകളും അപ്പോൾ തയ്യാറാണെങ്കിലും ഇത്തരം ഒരു മരണാനന്തര ചടങ്ങിൽ, അതും ശ്രീനേട്ടൻ്റെ മരണാനന്തര ചടങ്ങിൽ അലോസരം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് പലരും പിൻവാങ്ങിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെ ഒരു കാര്യം മാത്രം, ഒരു സമ്മാനം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കനീഭവിച്ച് വല്ല ഇല്ലാതായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ് അയാളുടെ ചെവിയിൽ പോട എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിളി ചെവിയിൽ മുഴങ്ങിയിട്ടും ഈ സുനിൽസ്വാമി ഇറങ്ങിപ്പോകില്ല. കാരണം സുനിൽസ്വാമിക്ക് അവിടെ നിൽക്കാൻ സുനിൽസ്വാമിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 24 കൊച്ചി. ക്രിസ്മസിന് ബെവ്കോയിൽ റെക്കോർഡ് വിൽപ്പന 333 കോടിയുടെ മദ്യമാണ് ക്രിസ്മസ് ദിവസം വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. 224 കോടിയുടെ മദ്യമാണ് ക്രിസ്മസ് തലേന്ന് വിറ്റത്. ക്രിസ്മസിനും തൊട്ടു മുൻപുള്ള 3 ദിവസങ്ങളിലുമായി കേരളത്തിൽ വിറ്റഴിച്ചത് 791 കോടിയുടെ മദ്യമാണ്. ക്രിസ്മസ് കാലത്തെ റെക്കോർഡ് വിൽപ്പനയാണ് ഇതെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് 921 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.